RSS ദൃഷ്ടിയിൽ കേരളം ഇനി രണ്ട് സംഘടനാ പ്രാന്തങ്ങൾ ദക്ഷിണ കേരളം, ഉത്തര കേരളം എന്നീ നിലയിലാണ് പ്രവർത്തനം. ശാഖകളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിലാണ് കേരളം രണ്ട് പ്രാന്തങ്ങളാക്കിയത്. ദക്ഷിണ പ്രാന്ത പ്രചാരകായ സുദർശനെയും ഉത്തര പ്രാന്ത പ്രചാരകായ വിനോദിനെയും തിരഞ്ഞെടുത്തു. അഖില ഭാരതീയ സഹശാരീരിക് ശിക്ഷൺ പ്രമുഖായി OK മോഹനനെയും നിയോഗിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്ത് നാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഈ ശാഖകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പ്രവർത്തനം സുഗമമാക്കാനാണ് ഇത്തരത്തിൽ രണ്ട് പ്രാന്തങ്ങളാക്കിയത് എന്ന് മനസ്സിലാകുന്നു. ആർക്കൊക്കെയാണ് ചുമതലകൾ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, കഴിഞ്ഞ 15-ാം തീയതി മുതൽ നാഗ്പൂരിൽ നടന്നു വന്ന RSSന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയാണ് ഈ നിർണായക തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. 1964 കേരള പ്രാന്തം രൂപീകരിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് കേരള സംസ്ഥാനം ഒറ്റ പ്രാന്തമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. പക്ഷേ ശാഖകളുടെ എണ്ണം, നിത്യശാഖകളുടെയും അതോടൊപ്പം തന്നെ മറ്റ് മിലൻ ശാഖകളുടെയും എണ്ണം വർദ്ധിക്കുന്നു. സംഘത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ കൂടുതൽ വിപുലമാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് ശതാബ്ദി വർഷമൊക്കെ കടന്നു വരുന്ന സാഹചര്യത്തിൽ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കേരള പ്രാന്തത്തെ അതിന്റെ സംഘടനാ ദൃഷ്ടിയിൽ രണ്ട് പ്രാന്തങ്ങളായി മാറ്റുന്നത്. ഉത്തര കേരള പ്രാന്തവും അതോടൊപ്പം തന്നെ ദക്ഷിണ കേരള പ്രാന്തം എന്നീ നിലയിലാകും ഇനിയും സംഘത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ നടക്കുക. ഇന്നിപ്പോൾ നാഗ്പൂരിൽ ഇതിന്റെ സംഘടനാ ചുമതലകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ദക്ഷിണ പ്രാന്തം, ഒരിക്കൽ കൂടി വിശദീകരിക്കാം. ദക്ഷിണ പ്രാന്തം എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് ദക്ഷിണ കേരള പ്രാന്തത്തിന്റെ ഭാഗമായി വരുന്നത്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങൾ ഉത്തര കേരള പ്രാന്തത്തിന്റെയും പരിധിയിലാകും വരിക. ഇതിന്റെ സംഘടനാ ചുമതലകൾ കൂടി നാഗ്പൂരിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദക്ഷിണ കേരള പ്രാന്തത്തിന്റെ സംഘചാലകായി, പ്രാന്ത സംഘചാലകായി പ്രൊഫസർ S രമേശനെ തെരഞ്ഞെടുത്തു. അതോടൊപ്പം തന്നെ പ്രാന്ത പ്രചാരകായി S സുദർശൻ, സഹപ്രാന്ത പ്രചാരകായി K പ്രശാന്ത്. നമുക്കറിയാം കേരള പ്രാന്തത്തിന്റെ പ്രചാരകായിരുന്ന S സുദർശൻ, അദ്ദേഹത്തെയാണ് ഇപ്പോൾ ദക്ഷിണ കേരള പ്രാന്തത്തിന്റെ പ്രചാരകായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒപ്പം K പ്രശാന്ത് കേരള പ്രാന്തത്തിന്റെ ശാരീരിക് ശിക്ഷൺ പ്രമുഖായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ഈ ദക്ഷിണ കേരള പ്രാന്തത്തിന്റെ സഹപ്രാന്ത പ്രചാരകായി നിശ്ചയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രാന്ത കാര്യവാഹായി TV പ്രസാദ് ബാബു, ഒപ്പം പ്രാന്ത സഹകാര്യവാഹായി KB ശ്രീകുമാർ എന്നിവരാണ് ഈ ദക്ഷിണ കേരള പ്രാന്തത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ ഇന്നിപ്പോൾ നാഗ്പൂരിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉത്തര കേരള പ്രാന്തത്തിന്റെ ചുമതലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് KK ബൽറാമിനെയാണ് ഉത്തര കേരള പ്രാന്തത്തിന്റെ പ്രാന്ത സംഘചാലകായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിനോദ് പ്രാന്ത പ്രചാരകായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്കറിയാം കേരള പ്രാന്തത്തിന്റെ സഹപ്രാന്ത പ്രചാരകായാണ് A വിനോദ് നിലവിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. അദ്ദേഹത്തിനാണ് ഉത്തര കേരള പ്രാന്തത്തിന്റെ പ്രചാരക എന്ന ചുമതല അദ്ദേഹത്തിന് നൽകുന്നു. ഒപ്പം V അനീഷാണ് സഹപ്രാന്ത പ്രചാരക. V അനീഷ് നിലവിൽ കേരളത്തിന്റെ സഹപ്രാന്ത പ്രചാരകായി പ്രവർത്തിച്ചു വരികയാണെങ്കിൽ ഇനിയും അദ്ദേഹം ഉത്തര കേരള പ്രാന്തത്തിന്റെ സഹപ്രാന്ത പ്രചാരക എന്ന നിലയിലാകും പ്രവർത്തിക്കുക. ഒപ്പം മറ്റു ചുമതലകൾ PN ഈശ്വരനാണ് പ്രാന്ത കാര്യവാഹായി വരുന്നത്. ഒപ്പം PP സുരേഷ് ബാബു പ്രാന്ത സഹകാര്യവാഹായി വരുന്നു. KP രാധാകൃഷ്ണൻ, അദ്ദേഹമാണ് ഉത്തര കേരള പ്രാന്തത്തിന്റെയും ദക്ഷിണ കേരള പ്രാന്തത്തിന്റെയും ബൗദ്ധിക് പ്രമുഖായി KP രാധാകൃഷ്ണൻ വരുന്നുണ്ട്. അദ്ദേഹം നേരത്തെ കേരള പ്രാന്തത്തിന്റെ ബൗദ്ധിക് പ്രമുഖ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇതാണ് ഇന്നിപ്പോൾ നാഗ്പൂരിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഉത്തര കേരള പ്രാന്തത്തിന്റെയും ദക്ഷിണ കേരള പ്രാന്തത്തിന്റെയും പ്രധാനപ്പെട്ട ചുമതലകൾ. ഒപ്പം ദേശീയ തലത്തിൽ കൂടി ചില നിർണായകമായ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത്. OK മോഹനൻ, നമുക്കറിയാം അദ്ദേഹം വളരെ മുതിർന്ന പ്രചാരകാണ്. ഒപ്പം നിലവിൽ OK മോഹനൻ ദക്ഷിണ ക്ഷേത്രത്തിന്റെ പ്രചാരക് പ്രമുഖായി പ്രവർത്തിച്ചു വരികയായിരുന്നു. മലയാളിയായ ഇദ്ദേഹം നിലവിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ തലത്തിലേക്ക് അതിന്റെ ചുമതലകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് അഖില ഭാരതീയ ശാരീരിക് ശിക്ഷൺ പ്രമുഖ എന്ന നിർണായക ചുമതലയിലേക്ക് മലയാളിയായിട്ടുള്ള RSS പ്രചാരകൻ OK മോഹനൻ എത്തുന്നു. ഇത്തരത്തിൽ വളരെ നിർണായകവും സുപ്രധാനവുമായ പ്രഖ്യാപനങ്ങൾ അടങ്ങുന്ന ഒരു അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്കാണ് ഇന്നിപ്പോൾ നാഗ്പൂരിൽ പരിസമാപ്തിയായിരിക്കുന്നത്. നമുക്കറിയാം ഓരോ 3 വർഷം കൂടുമ്പോഴാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ സംഘം രൂപീകരിക്കപ്പെട്ട നാഗ്പൂരിൽ നടക്കുന്നത്. അങ്ങനെ ഈ 3 വർഷം കൂടുമ്പോൾ നാഗ്പൂരിൽ നടക്കുന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയിലാണ് ചുമതല മാറ്റങ്ങളും പുതിയ പ്രഖ്യാപനങ്ങളും ഉണ്ടാകുന്നത്. ഓരോ വർഷവും പ്രതിനിധി സഭ ചേരുമെങ്കിലും അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറില്ല. എന്നാൽ സർക്കാരിവാഹ് ഉൾപ്പെടെയുള്ള സഹസർക്കാരിവാഹ് ഉൾപ്പെടെയുള്ള ചുമതലകളിലെ മാറ്റങ്ങൾ വരുന്നത് ഓരോ 3 വർഷവും നാഗ്പൂരിൽ ചേരുന്ന അഖില
അഖില ഭാരതീയ പ്രതിനിധി സഭയാണ്. ഇന്നിപ്പോൾ രാവിലെ സർക്കാരിവാഹായി ദത്താത്രേയ ഹൊസബളയെ വീണ്ടും തെരഞ്ഞെടുത്തു. 2021 ബംഗളൂരുവിലാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നാഗ്പൂരിൽ നടക്കേണ്ടിയിരുന്ന അഖില ഭാരതീയ പ്രതിനിധി സഭ 2021 ബംഗളൂരുവിൽ ചേരുകയും അന്ന് ആദ്യമായി ദത്താത്രേയ ഹൊസബളെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ടേം എന്ന നിലയിൽ അദ്ദേഹത്തെ സർക്കാരിവാഹായി തെരഞ്ഞെടുത്തിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും 2027 വരെ വരുന്ന 3 വർഷത്തേക്ക് RSSന്റെ സർക്കാരിവാഹ സ്ഥാനത്തേക്ക് ദത്താത്രേയ ഹൊസബളയെ വീണ്ടും അഖില ഭാരതീയ പ്രതിനിധി സഭ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹം കർണാടക ഷിമോഗ സ്വദേശിയാണ്. ഒപ്പം തീരെ ചെറുപ്പത്തിൽ തന്നെ സ്വയം സേവകമായിരുന്നു. 1978 മുതൽ 15 വർഷം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന ചുമതലകൾ വഹിച്ചു. പിന്നീട് RSSന്റെ അഖില ഭാരതീയ സഹ ബൗദ്ധിക് പ്രമുഖായി 2003 ചുമതലയേൽക്കുകയും 2009 മുതൽ 2021 വരെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അഖില ഭാരതീയ സഹസർക്കാരിവാഹായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നീട് 2021 സർക്കാരിവാഹ എന്ന ചുമതലയിലേക്ക് എത്തുന്നത്. എന്തായാലും 3 ദിവസത്തെ പ്രതിനിധി സഭയ്ക്ക് പരിസമാപ്തിയാകുന്നു. ഇതിൽ ഏറ്റവും നിർണായകമെന്നത് കേരളത്തിൽ സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ വിപുലമാകുന്നു. 2 പ്രാന്തുകളായി 1964 നേരത്തെ സൂചിപ്പിച്ചിരുന്നു കേരള പ്രാന്തം രൂപീകരിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് കാസർഗോഡ് ചന്ദ്രഗിരി പുഴയ്ക്ക് തെക്കോട്ട് തിരുവനന്തപുരം വരെയാണ് കേരള പ്രാന്തം എന്ന രീതിയിൽ RSS പ്രവർത്തിച്ചതെങ്കിൽ ശാഖകൾ കൂടുതൽ എണ്ണത്തിൽ കൂടുന്നു. സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ വിപുലമാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി മുതൽ 2 പ്രാന്തങ്ങളായി കേരളം മാറുന്നു. അത് ദക്ഷിണ പ്രാന്തം എന്ന നിലയിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും പിന്നീട് തൃശൂർ മുതൽ കാസർഗോഡ് വരെ ഉത്തര കേരള പ്രാന്തം എന്ന നിലയിലുമാകും സംഘടനയുടെ പ്രവർത്തനം ഇനി മുന്നോട്ട് പോകുക. പ്രവർത്തനം വ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തെ 2 സംഘടനാ പ്രാന്തങ്ങളാക്കി തിരിച്ചു. നാഗ്പൂരിൽ നടന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയിലാണ് തീരുമാനം. പ്രാന്തങ്ങളുടെ ചുമതലക്കാരെ നിശ്ചയിച്ചു. ഗൗതമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.